സമർപ്പണം നടത്തി. വിശ്വാസ പരിശീലനം എങ്ങനെ കുടുംബങ്ങളിൽ പ്രായോഗികമാക്കാം, മാതാപിതാക്കൾ അതിൽ വഹിക്കുന്ന പങ്ക്, കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഇടവക ജനത്തെ ഉദ്ബോധിപ്പിച്ചു. നടപ്പ് വർഷത്തിൽ PTA ജനറൽ ബോഡി തെരഞ്ഞെടുത്ത പ്രസിഡന്റ് മിസ്റ്റർ ബിജി ചിറ്റലപ്പള്ളി, വൈസ് പ്രസിഡന്റ് മിസസ് ജിജോസ് എന്നിവരും 7 യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും വിസ്തൃത സേവനം യൂണിറ്റിന് നിർലോഭം ലഭിച്ചിരുന്നുവെന്ന് പ്രത്യേകം സ്മരണീയമാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലായി 99 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. പ്രവേശനോത്സവം PTA ജനറൽ ബോഡി സ്കൂളിൽ സ്ഥിരമായിട്ട് ക്ലാസ്സിലേക്ക് വരാറുണ്ട്. അങ്ങനെയാണ് സിസ്റ്ററിന്റെ ക്ലാസ് കേൾക്കാനിടയായും എന്നെ ഈ ക്ലാസ്സിൽ നിന്ന് ക്ഷണിച്ചിരിക്കുന്നത്. എനിക്കൊരു സന്തോഷം തോന്നി. എനിക്കൊന്നും നിങ്ങളെക്കാളൊക്കെ മുമ്പോട്ട് എത്തിയ ആളാണ്. ഞാനവിടെ വരുമ്പോൾ ആരും തന്നെ എത്തിയിട്ടില്ല. ഞാൻ ദൂരമുണ്ട്. എൻ്റെ വീട് മുരിപ്പൂരി പുരട്ടിയെടുത്ത് മുരിപ്പൂരാണ്. ഞാനൊരു 12:15 കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 1:15 കഴിയുമ്പോൾ ഞാൻ ഇവിടെ എത്തി. എന്നെ കാലത്ത് ജോമാഷുണ്ടായിരുന്നു, വേറെ ആരും എത്തിയിട്ടുണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ച് കുറച്ച് നേരം ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയ പരിസരവും അതിൽ മനോഹരമായ കുശിലാകാനുണ്ട്. ചെറിയ ഇടവകി അവരുടെ അച്ഛനോട് പറഞ്ഞു. പക്ഷെ വളരെ സങ്കീർണമുള്ള ആളുകളാണ് സിസ്റ്റർക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ എനിക്കും കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് മുഖവരയില്ലാതെ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ ഒരു നന്മ ആഗ്രഹിച്ചിട്ടാണ് ഓരോ പ്രവൃത്തിയും ഓരോ അച്ഛനമ്മയും അനുകൂലമമ്മയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നത് കുട്ടികൾ വളർത്തുന്നതിന് ചെറിയൊരു പരിശീലനം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണെന്ന് പലപ്പോഴും തോന്നാറ്. കാരണം നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ, ലാപ്ടോപ്പ് എന്നിവയുടെ സഹായത്തോടു കൂടി ക്ലാസ് എടുത്തിരുന്ന ഒരു അധ്യാപകനാണ്. നമ്മൾ മാഷ് ഒരു ദിവസം ലീവായി കഴിഞ്ഞാൽ മാഷിൻ്റെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ടെൻഷനുള്ള കുട്ടികൾക്ക് അയ്യോ ഞങ്ങളുടെ മാഷിനെ എവിടേക്കാണ് പോയത്, അടുത്ത ആഴ്ച വരില്ലേ, എന്താ പറ്റിയേ എന്നൊക്കെ വന്ന് അപ്പം തന്നെ ആദ്യം ചോദിക്കുന്ന കാര്യം അതാണ്. അവർക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം മാഷിന് അത്രയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജീസസ് യൂത്തിലെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ്. മാഷിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അടുത്തതായി മരിയ ടീച്ചറാണ്. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാറ്റസിന്റെ ഓൾറൗണ്ടർ എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് പറ്റില്ല എന്ന് ഇതുവരെയും ടീച്ചർ പറഞ്ഞിട്ടില്ല. ഓഫീസ് വർക്ക് ആയാലും ലൈബ്രറിയുടെ കാര്യമായാലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോഗ്രാം കോർഡിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോകുന്നത്, അതുപോലെ തന്നെ സെക്രട്ടറിയുടെ അങ്ങനെ ആലോചിച്ച് തന്ന് നമുക്ക് കിട്ടിയ ഒരു ദിവസമാണിത്. ദൈവം അനുഗ്രഹിച്ച ദിവസം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി പറഞ്ഞ പോലെ ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, അതിനോടൊപ്പം വിശ്വാസ പരിശീലനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഞങ്ങൾക്ക് മാത്രം പറ്റില്ല, നമ്മൾ ഒരുമിച്ചാണ്, ഇടവക മുഴുവനുമാണ് മക്കളോട് കൂടെ നിൽക്കണമെന്ന് വലിയൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇതിനെ വളരെ മനോഹരമായി